ഓ ആ കൊള്ളാം. ഇപ്പോഴാന്നാ വരുന്നേ? വെള്ളം 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 ദാഹിച്ച് ചാകാൻ തുടങ്ങി വെള്ളം ചോദിച്ചപ്പോ കട ഡാൻസ് കളിക്കുക. പിന്നെന്താ കളിക്കുക? കഥയിലെ കാര്യം ചോദിച്ചേ. പണത്തിക്കാർ പിടിക്കാതെ. എങ്ങനെയാ വന്നേന്ന് ചോദിച്ചാലേ, ഞാൻ ആദ്യം വന്നത് നേരെ ഞാൻ അമേരിക്കയിൽ നിന്ന് ഞാൻ മദ്രാസിലിറങ്ങി. മദ്രാസിൽ നിന്ന് നേരെ അതാരത് അതിവിടെ തൂക്കാൻ വരുന്ന കൊച്ചാ. അവിടെ നേരെ ഞാൻ വീണ്ടും ഓട്ടോ കയറി കൊല്ലത്ത് വന്നു. കൊല്ലത്ത് അതാരാ? അതാ തൂക്കാൻ വന്ന കൊച്ചിന് തള്ളയാ. അത് വിട്. അവിടെ നേരെ വീണ്ടും ഞാൻ ഓട്ടോ കയറി ഞാൻ ഇങ്ങനെ കോഴിക്കോട് വന്നങ്ങ് നിന്ന്. കൊള്ളാം. ഇത്രയും താമസിക്കാനുള്ള കാര്യം പറ. ഞാൻ സന്ധ്യ മയങ്ങി ഒന്ന് കാണാൻ നിന്നതാ. നട്ടിച്ചോ നേരത്തോ? നട്ടിച്ച ആ സന്ധ്യ അല്ല, ഇതേ ഒരു പേഷ്യന്റ് സന്ധ്യ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അവക്ക് മയങ്ങാനുള്ള മരുന്നും കൊടുത്തു. അവളൊന്ന് മയങ്ങുന്ന കാണാൻ നിന്നതാ. എഴുന്നേറ്റ് എന്തോ ഒരു പിടിവില്ല. നേരത്തെ വരണ്ടേ? ഞാൻ എത്ര സത്യം പറഞ്ഞ രാത്രി ഞാൻ ഉറങ്ങിയില്ലെന്ന്. നിങ്ങൾ എവിടെ പോയായിരുന്നു? എവിടെ? കുടുംബക്ഷേത്രത്തിൽ കസ്റ്റഡി വെച്ചിരിക്കുവായിരുന്നു. കച്ചേരി വെച്ചിരിക്കുവായിരുന്നു. കച്ചേരിയോ? അത് കണ്ടോണ്ട് ഇതൊന്നും ഉറങ്ങാൻ പറ്റിയില്ല. അത് ശരി. സത്യം പറഞ്ഞ് ഞാൻ എന്തിനായി വിളിച്ചെന്നറിയാവോ? ഇല്ല. ഞാൻ എന്തിനാ സത്യം പറഞ്ഞ് വിളിച്ചേ? തലവേദന എടുക്കുന്നതിനോ? അല്ല. വയറ്റ് വേദന എടുക്കുന്നോ? അല്ല. എന്തിനാന്നോ എന്തോ. എന്താ വന്ന ആ കൈ തണുക്കുന്നോ? എന്തുവായിരുന്നു? അയ്യോ, ഞാൻ പറയാൻ കാരണല്ലേ, ഈ അയലോക്കത്ത് ഗിരിജ എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്. ഞങ്ങളൊരു ബന്ധുക്കാരി കൊച്ചു തന്നെ. ആയിക്കോട്ടെ. ഒരു സമയമാകുമ്പോ ഇവളുടെ ദേഹത്ത് അങ്ങ് വാത കയറും. വാത കയറി കഴിഞ്ഞാൽ കാണുന്ന സാധനം മൊത്തം ഇട്ടങ്ങ് കത്തിക്കും. കത്തിക്കുന്ന മാത്രമാണോ, ഓരോന്നിടത്ത് എറിഞ്ഞു പൊട്ടിക്കും. എന്റെ തലയ്ക്കും കിട്ടിയ ഒരു ഏറ്. അറിയാമോ? എങ്ങനെയെങ്കിലും ഈ വാതയൊന്നും മാറ്റണം. ചിലങ്ങളുടെ ശബ്ദവും അതുപോലെ എന്തെങ്കിലും. തെക്കിനിക്കകത്ത് പാട്ടും കുത്തുവാ. എന്തോ ടെക്നിക്കല്ല, തെക്കിനിക്കകത്ത് പാട്ടുമേളോ. ഞാൻ കയറിപ്പോതിൽ എനിക്ക് പേടിയാ. പേടി പോകരുത്. പാനുമതി അടക്കി കയറിപ്പോവും. അത് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണം. അത് നമുക്ക് സെറ്റപ്പ് ചെയ്യാം. കോഴിക്കോട് വന്ന കാര്യം പറഞ്ഞപ്പോഴാ ഒടിയൻ കൊച്ചാൻ ഇഷ്ടമുള്ള പലഹാരം ഹലുവ ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കാൻ വേണ്ടി ഇരിക്കുന്നു. വന്നിട്ട് എനിക്കൊന്നും കൊണ്ടുവന്നില്ലയോ? കൊണ്ടുവന്നിട്ടുണ്ട്. കൊള്ളാം. എന്താ കാണിച്ചാ? ഞാൻ പറഞ്ഞില്ലേ ഗിരിജയുടെ പണിയായത്. എന്റെ പാസ്പോർട്ട് വരെ കത്തിച്ചു. പാസ്പോർട്ട് വരെ കത്തിച്ചിട്ടിരിക്കുക. ഇതേ തവനായാലും പൂട്ടും വന്നപ്പോ കള്ളത്തിൽ കൊണ്ടുപോയി ഞാൻ പൂട്ടും. അവനല്ല, അവളാ ഇത് ചെയ്യുന്നേ. കുഴപ്പമില്ല. എങ്ങനെ ഇതിനാ ഞാൻ പണി കൊടുത്തോളാം കേട്ടോ. ഇതിനാ ഞാൻ വിളിച്ചു. ഏതവനായാലും ഞാൻ പണി കൊടുക്കും. ഒരു കാര്യം ചെയ്യ്, എനിക്ക് ആദ്യം ഒന്ന് ഫ്രഷ് ആകണം. കുളം ഉണ്ടോ? കുളം ഈ വീട് മൊത്തം ഭാനുമതി കുളമാക്കി വെച്ചേക്കും. എനിക്കൊന്ന് മുങ്ങി കുളിക്കാൻ കുളം ഉണ്ടോ? അപ്പുറത്ത് പുഴയുണ്ട്. ഉണ്ടോ? എങ്കിൽ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. പോയിട്ട് വാ. അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ എല്ലാം റെഡിയാക്കി പിടിക്കാം. ആളെ പിടിക്കാം. എന്തുവാടി? ആ തെക്കിനിയുടെ താക്കോൽ ആരാ എടുത്തേ? എന്റെ മണ്ടേ കൊണ്ടുവെക്ക്. എന്റെ മണ്ടല്ല, അതിന്റെ അകത്ത് ആ സോമന്റെ ഒക്കെ പട്ടി കയറി പറ്റി കിടക്കും. അതൊക്കെ ഇപ്പൊ മാറ്റിക്കളെ. അത് ആരെന്നാലും ഈ തെക്കിന് തുറന്നിട്ട് ഞാനത് ചോദിക്കണമെന്ന് പറഞ്ഞോണ്ടിരിക്കുക. എനിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല. ഞാൻ ചായ കുടിച്ചാട്ടെ. പിന്നെ ഞാനൊരു കാര്യം ഞാൻ പറയാം. ആ ഗിരിജയുടെ കാര്യം ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുക. ഇന്നലെ അവൾ ആ റബ്ബർ തോട്ടത്തിനകത്ത് തീയിട്ടു. എന്നിട്ട് ഉള്ളുറപ്പ് പെണ്ണുങ്ങൾ കൊട്ടയും പട്ടിയാലും അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അതിലും അങ്ങ് തല്ലി ചതച്ചു. രാത്രി 12 മണിയായപ്പം ജനലിൻ്റെ അകത്തൂടെ കമ്പിട്ട് കുത്തുന്നു. അത് അവളായിരുന്നു കണ്ണി കുത്തിയത്. അവളായിരിക്കും. എന്നിട്ട് എന്തിനാണെന്നറിയാമോ? അവിടെ ഭിത്തിയിലൊരു ടൈം പീസ് വെച്ചിട്ടില്ലയോ, അത് കുത്തി പൊട്ടിക്കുമായിരുന്നു അവിടെ പരിപാടി. അതെല്ലാം ഇന്നുകൊണ്ട് മാറും. ജോണിക്കുട്ടി വന്നിട്ടുണ്ട്. കോഴിക്കുട്ടിയല്ല, ജോണിക്കുട്ടി വന്നിട്ടുണ്ട്. എന്റെ കൂടെ പഠിച്ചിയാ. ബാധ ചേർക്കാൻ വേണ്ടി ഞാൻ വിളിച്ച് വരുത്തിയതാ. ഒരു കാര്യം ചെയ്യണം, അവന് സ്പെഷ്യൽ ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. സ്പെഷ്യലായിട്ട് എന്തോ കൊടുക്കാനാ? നിങ്ങളൊരു ഇവിടെ പണിക്ക് പോകുന്നുണ്ടോ? ഞാൻ രാവിലെ കവലേ പോയില്ലയോ? കവലേ പോയപ്പോ 35 അവിടെ പീസ് ആക്കിയിട്ട് വിൽക്കുന്ന ഞാൻ കണ്ട്. അതൊരു പീസ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കറി വെച്ച് കൊടുത്താൽ മതി. എന്റെ ദൈവം തമ്പുരാന്റെ മനുഷ്യ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ വന്നിരിക്കുന്നത് നരഭോജിയാണോ? നിങ്ങൾ ഈ അവിടെ ഇലന്തൂര് നടന്ന സംഭവം ഒന്നും അറിയാതിരിക്കുവാന്നോ? കാരിമീൻ ഇല്ലയോ? കാരിമീൻ. അത് 35 കാരിമീനെ പീസാക്കി വിൽക്കുന്ന ഒരു പീസ് ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന് പുളി ഇട്ട വെച്ച് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാ. മിണി പുളിക്കും. പുളിക്കട്ടെ. പുളിക്കും. അങ്ങനെ ഇട്ട് കൊടുക്കും. മുളക് ഇട്ട് വാങ്ങി കൊടുക്കും. വേണമെങ്കിൽ ഞങ്ങൾക്ക് നിന്നാ മതി. പിന്നെ മുറുക്കാൻ തന്നില്ലല്ലോ. ഞാനത് പറഞ്ഞ് പുളിയും കൊച്ചാട്ടാ, ഞാൻ വേറെ കാര്യങ്ങളൊന്നും ഞാനിവിടെ നോക്കത്തില്ല. അവൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ നോക്കി എങ്ങനെയും ഗിരിജയുടെ ദേഹത്തുനിന്ന് ഈ കുന്തത്തിനെ അങ്ങ് അടിച്ചു മാറ്റണം. ഞാൻ ചെയ്യാം. നീ പോയേ. ടോണിക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാണ്. ഓക്കെ, ഞാൻ പോയിട്ട് വരാം. എന്തോ പണിയായി കാണിച്ചത്. അവളെനിക്ക് കൊണ്ടുവന്നാണ് മുറുകൻ തട്ടിക്കളഞ്ഞു.
അതിനകത്ത് ഓവറായിട്ട് ചുണ്ണാമ്പ് കയറ്റി വെച്ചേക്കായിരുന്നു. ആണോ? അണ്ണാക്ക് വള്ളി നിങ്ങൾ ചത്തേന്. അവൾ അങ്ങനെ കാണിക്കുന്നതല്ലല്ലോ. അവൾ അങ്ങനെ കാണിക്കുന്നതല്ല. ഞാനൊരു കാര്യം പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. ഇവിടെ കിടന്ന് തന്നെത്താൻ അടിക്കുകയോ പ്രശ്നം ഉണ്ടാക്കുകയോ ചെയ്യരുത്. എന്തോ കാര്യം പറ. ഈ ബാഗ് കത്തിച്ചപ്പോഴേ എനിക്ക് ആളെ കിട്ടി. ആരാ? വിഷമിക്കരുത്. ഇല്ല, ഒടിയൻ കൊച്ചാട്ടന്റെ ഭാനുമതിയാണ് നമ്മൾ ആ പറഞ്ഞ ചിത്തൻ ആലപ്പുഴ. എന്റെ ഭാനുമതിയോ? എന്റെ ഭാനുമതിയോ? ആന്നു